ഹായ്. ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബേസിക്കായിട്ട് മെയിനായിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കിനെ പറ്റി പറയാനാണ് വിചാരിക്കുന്നത്. ഞാൻ ചെയ്തിട്ടുള്ളൊരു മിസ്റ്റേക്ക് തന്നെയാണ്. വേറൊന്നുമല്ല, നമ്മൾ ഈ ചാർട്ട് നോക്കുന്നത്. നമ്മൾ ചാർട്ട് നോക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ബിസിനസ്സിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ ഈ ചാർട്ടിലേക്ക് മാറും. ചാർട്ടിലെ പാറ്റേൺസും ബാക്കി കാര്യങ്ങളിലേക്ക് മാറും. പകരം നമ്മൾ ആ ബിസിനസ് എന്താണ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുന്നത് നമ്മൾ വിട്ടുപോകും. സോ ചാർട്ടിൽ നിന്ന് എത്രമാത്രം നിങ്ങൾക്ക് ഡിറ്റാച്ച് ആവാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നമ്മൾ ഈ ചാർട്ടിൽ നോക്കി ഇപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകളിൽ എത്ര സ്റ്റോക്കുകളുടെ ബൈ പ്രൈസിൻ്റെ ഒരു ആവറേജ് അല്ലെങ്കിൽ ബൈ പ്രൈസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഭൂരിഭാഗം ആൾക്കാർക്കും അവരുടെ ബൈ പ്രൈസ് പോലും അറിയാൻ ചാൻസ് ഇല്ല. കാരണം നമ്മൾ ഫുള്ളി ചാർട്ടിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചാർട്ടിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മളോട് ആരെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു കമ്പനിയെ പറ്റി ചോദിച്ചാലും നമുക്കതിൻ്റെ ചാർട്ടിനെ പറ്റിയിട്ടായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക. നമ്മളിപ്പോൾ അവരെങ്ങനെയുണ്ട് ആ കമ്പനി എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കുഴപ്പമില്ല, കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ്, ഇനിയിപ്പോൾ അത് ഗ്രോത്ത് വരാൻ സാധ്യതയുണ്ട്, ഇനിയിപ്പോൾ കയറി പോകാൻ സാധ്യതയുണ്ട്, ആ രീതിയിലായിരിക്കും നമ്മുടെ മനസ്സിലും ഈ കമ്പനിയെ പറ്റിയിട്ടുള്ള ഒരു ധാരണ കിടക്കുക. പക്ഷേ പകരം നമ്മൾ ഈ ചാർട്ടിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി തുടങ്ങിയാൽ ഒരാൾ വന്ന് നമ്മളോട് ആ കമ്പനിയെ പറ്റി ചോദിച്ചാൽ നമുക്ക് ആ കമ്പനിയെ പറ്റി പറയാനായിട്ട് വേറൊന്നും നമ്മുടെ മനസ്സിലുണ്ടാവില്ല. സോ അപ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ കമ്പനിയെ പറ്റി കൂടുതലായിട്ട് പഠിക്കാനുള്ള ഒരു നമുക്ക് തന്നെ പഠിക്കാൻ തോന്നുന്നു അതിനെ പറ്റിയിട്ട്. സോ അത് ഓൾറെഡി പഠിക്കാതെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര മണ്ടൻ തീരുമാനമാണ്. കാരണം അങ്ങനെ ചെയ്യുന്നത് തന്നെ അത് വേറെയുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസിൽ നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ പാടായിട്ടുള്ള ഒരു ഡിസിഷനാണ്. പക്ഷേ നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ആ ചാർട്ടുകളെ ഫോളോ ചെയ്യുന്നത് നിർത്തിയിട്ട് പകരം ഈ കമ്പനിയെ പറ്റി പഠിക്കാൻ ട്രൈ ചെയ്യുക. കമ്പനിയെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോൾ ഹോൾഡ് ചെയ്യുന്ന കമ്പനികളിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ അതിൻ്റെ സെയിൽസ് ഗ്രോത്ത് എത്രയായിരുന്നു, ഈ ക്വാർട്ടറിൽ എത്രയുണ്ട് സെയിൽസ് ഗ്രോത്ത്, ഇതിനകത്ത് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ടോ, പ്രോഫിറ്റിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ടോ, ഇവരുടെ മാർജിൻസ് കൂടുന്നുണ്ടോ, ഇവർ ക്യാപെക്സ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അതായത് ഭാവിയിലേക്ക് ഇവർ വളരാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, മാനേജ്മെൻറ്റ് എന്തെങ്കിലും ഗൈഡൻസ് തരുന്നുണ്ടോ. നമുക്ക് ഈ റാൻഡമായിട്ടുള്ള ആൾക്കാർ തരുന്ന ഗൈഡൻസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആൾക്കാർ ജഡ്ജ് ചെയ്തിട്ട് ഇന്ന കമ്പനികൾ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ സോളാർ സെക്ടർ വളരാൻ പോവുകയാണ്, അതല്ലെങ്കിൽ EV വരാൻ പോവുകയാണ്, അതുകൊണ്ട് തന്നെ ബാറ്ററി മേക്ക് ചെയ്യുന്ന കമ്പനികൾ വളരും, അങ്ങനെയൊക്കെ പറയുന്ന കഥകളിൽ നമ്മൾ ഫോളോ ചെയ്യാതെ ഈ മാനേജ്മെൻറ്റ് എന്താണ് പറയുന്നത്, അവരെന്താണ്, അതായത് ഈ കമ്പനി നടത്തുന്ന ആൾക്കാർ അവർ എന്താണ് പറയുന്നത്, ഏത് രീതിയിലാണ് ഗ്രോത്തിനെ പറ്റിയിട്ടുള്ള ഗൈഡൻസ് തരുന്നത്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ ട്രൈ ചെയ്യണം. കാരണം അതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് ആക്ച്വലി നടക്കുന്നത്, ഒരു കമ്പനിയിൽ റിയൽ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതാണ്. സോ ഈ ചാർട്ട് ഫോളോ ചെയ്യുന്നത് നിർത്തിയിട്ട് പകരം ഈ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നല്ല രീതിയിൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്ന നല്ല രീതിയിൽ ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു വലിയ ലോസിൽ നിന്ന് നിങ്ങൾക്ക് ലോസിൽ പെട്ടുപോകാതിരിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അത് ഇത്ര കാര്യം ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ നോക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റോക്കിൻ്റെയെങ്കിലും ചാർട്ട് ഫോളോ ചെയ്യുന്നത് നിർത്തിയിട്ട് പകരം ആ കമ്പനിയെ പറ്റി കൂടുതലായിട്ട് പഠിക്കാൻ ട്രൈ ചെയ്യുക. നമുക്കിനിപ്പോൾ അടുത്തൊരു വീഡിയോ ഞാനിപ്പോൾ ഒരു ചെറിയൊരു കമ്പനി ഇപ്പോൾ കഴിഞ്ഞ മാസം ലിസ്റ്റ് ചെയ്തത്, ഈ മാസം 1-ാം തീയതി ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിയെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. കുറച്ച് നല്ല ഹൈ ഗ്രോത്ത് ഉള്ളൊരു കമ്പനിയാണ്. അതുപോലെ തന്നെ അവരുടെ നല്ല ഗൈഡൻസും ഉണ്ട്. അതുപോലെ നല്ല മാർജിൻസും ഒക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, പ്രോഫിറ്റൊക്കെ നല്ല രീതിയിൽ കൊടുക്കുന്നുള്ള നല്ലൊരു കമ്പനിയാണ്. സോ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്തായിട്ട് ചെയ്യാം. പറ്റിയാൽ ഇന്ന് തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.